വാഹനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ബലിമൃഗത്തിനെ നിങ്ങൾ നന്നാക്കണേ. നിങ്ങൾ ബലിമൃഗത്തെ മേടിക്കുമ്പോ മുന്തിയ ഇനമുള്ളതായ ബലിമൃഗത്തിനെ മേടിക്കണേ. കാരണം എന്തെന്നറിയോ? അത് നിങ്ങൾക്ക് സിറാത്ത് പാലം വിട്ട് കിടക്കാനുള്ള, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് സിറാത്ത് വരെയും നിങ്ങളെ സ്വർഗ്ഗത്തിൽ വരെയും കൊണ്ടുപോകാനുള്ള വാഹനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ പറ്റിയ ഏറ്റവും മുന്തിയ വാഹനമാണ് ഉദീഹത്തിന്റെ മൃഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്താണ് സിറാത്ത് എന്ന് ഞാനും നിങ്ങളും കേട്ടവരാണ്. സിറാത്തിന്റെ 7 ചെക്ക് പോസ്റ്റും കേട്ടവരാണ്. സിറാത്ത് പാലം ഇരുളിനാൽ നിറച്ചതാണ്. വാളിനേക്കാളും മൂർച്ചയുള്ള, മുടിയേക്കാളും നേർമയുള്ള ഞാനും നിങ്ങളും അതേ 5 വെള്ളിയാഴ്ചയോളം ഞാനും നിങ്ങളും ചർച്ച ചെയ്തു പോയതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സിറാത്ത് പാലം വിട്ടുകിടക്കണമെങ്കിൽ നിങ്ങൾ ഉദീഹത്തിന്റെ മൃഗത്തിനെ അറുക്കണമേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇനി ഒരു മനുഷ്യൻ ഉദീഹ മൃഗത്തിനെ അറുത്താൽ, ഒരു മനുഷ്യനതേ ഉദീഹ മൃഗത്തിനെ അറുക്കാൻ തയ്യാറായാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനതേ ഉദീഹ മൃഗത്തിനെ അറുക്കാൻ തയ്യാറായാൽ അല്ലാഹുവിന്റെ ഹബീബാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്ഥാനമാണ് അവർക്ക് കൊടുക്കുക. അതേപോലെ അവനെ എല്ലാ ആപത്തിൽ നിന്ന് അല്ലാഹു രക്ഷിക്കുന്നതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉദീഹ മൃഗത്തിനെ അറുത്താൽ അവനക്ക് കിട്ടുന്ന 5 ഗുണത്തിനെ പറ്റിയിട്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും പറയുകയാണ്, അവന്റെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തിനെ കൊടുക്കുന്നതാണ്. അവന്റെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തിനെ കൊടുക്കും. ഒന്നാമത്തെ പ്രതിഫലം. രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂലിന്റെ അതരങ്ങളിൽ നടന്നു വീഴുന്ന അമൂല്യമാകുന്ന മുത്തുകളെ പറക്കിയെടുത്ത സ്വഹാബത്തുൽ കിറാമിൽ നിന്ന് കേട്ടു പഠിച്ച താബീഈങ്ങളും തബഅതാബീഈങ്ങളും പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ രണ്ടാമതായി ഉദീഹത്തിന് അറുത്താൽ ആ ഉദീഹത്തിന് അറുക്കുന്ന മനുഷ്യന് രണ്ടാമത് കിട്ടുന്ന പ്രതിഫലം എന്തേ? വസിയാദതു ഫീ മാലിഹി, അവന്റെ മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ്. അവന്റെ മുതലിന് വർധനം കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ ഭാര്യയിലും അവന്റേതായ കുടുംബത്തിലും അല്ലാഹുവിന്റേതായ സംരക്ഷണം ഉണ്ടാകുന്നതാണ്. മൂന്നാമത്തെ പ്രതിഫലം അവന്റെ മക്കളെയും അവന്റെ ഭാര്യയും അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിനെ സംരക്ഷിക്കും. എത്രയോ ആളുകളാണ് കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ഒരു ഉരുൾപൊട്ടൽ വന്നിട്ട് മൊത്തത്തിൽ നശിച്ചു പോകുന്നത്, ഇല്ലെങ്കിൽ ഒരു രോഗം വന്നിട്ട് നശിച്ചു പോകുന്നത്. അതേപോലുള്ളതായ എല്ലാ അപകടങ്ങളിൽ നിന്നും അവനെ കാക്കുന്നതാണ്. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ ദറജയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുന്നതാണ്. ഉദീഹ മൃഗത്തിനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അറുത്താൽ അവർക്ക് കിട്ടുന്ന 5 പ്രതിഫലങ്ങളാണ്. അത് ഈ ഭൂമി ലോകത്ത് വെച്ച് കിട്ടുന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനാകുന്ന അലിയാർ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം. ആരാണ് അലിയാർ തങ്ങൾ എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഞാനതേ ഇൽമിന്റെ
വലിയ പട്ടണമാണെങ്കിലേ ആ പട്ടണത്തിൽ കടക്കാനുള്ള വാതിലാരെന്നറിയോ? അത് അലിയാർ തങ്ങളാണെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അങ്ങനെയുള്ള അലിയാർ തങ്ങൾ പറയുകയാ, നിങ്ങളുടെ നായകത്തിന് നിങ്ങൾ നന്നാക്കണേ. നിങ്ങളുടെ ഉദയത്തിന്റെ മൃഗത്തിന് നിങ്ങൾ മുന്തിയ ഉദയത്തിന്റെ മൃഗത്തിന് നിങ്ങൾ വാങ്ങണേ. കാരണം എന്തേ? അത് സിറാത്ത് പാലം നിങ്ങൾക്ക് വിട്ടുകിടക്കാനുള്ള വാഹനമാ. എന്നിട്ട് മഹാനാകുന്നതായ അലിയാർ തങ്ങൾ വീണ്ടും പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്ന് ഉദയത്തിന്റെ മൃഗം വാങ്ങാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഉദയത്തിന്റെ മൃഗം വാങ്ങാൻ അവന്റെ വീട്ടിൽ നിന്ന് അവനത് കമ്പോളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാനലമോ അവൻ്റെതായ ഏതെങ്കിലും ഒരു മനുഷ്യന് അവന്റെ വീട്ടിൽ നിന്ന് മൃഗത്തിനെ മേടിക്കാൻ ചന്തയിൽ പോയാൽ അവന്റെ ഓരോ ചവിട്ടൊടിക്കും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല 10 പ്രതിഫലങ്ങൾ അവനിക്ക് എഴുതുന്നതാണ്. അവൻ ഇവിടുന്ന് മൃഗത്തിനെ മേടിക്കാൻ പെരുമ്പാവൂർ പോകട്ടെ, ഇല്ലെങ്കിൽ അവൻ കോയമ്പത്തൂരിലേക്ക് ചന്തയിൽ പോകുന്നതിന് ഓരോ ചവിട്ടടിക്കും പകരമായി അവനിക്ക് 10 പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ചവിട്ടടിക്ക് എഴുതും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് പഠിച്ചതായ അലിയാർ തങ്ങൾ വീണ്ടും പറയുന്നു, അവന്റെ 10 പാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 പ്രതിഫലത്തിനെ 10 ദറജയെ ഏറ്റിക്കൊടുക്കുന്നതാ. ഇനി അവൻ ചന്തയിൽ പോയിട്ട് അവൻ ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റിയിട്ട് മഹാൻ വീണ്ടും വിവരിക്കുകയാണ്. ചന്തയിൽ പോയിട്ട് അവൻ ഉദയത്തിന്റെ മൃഗത്തിന് വേണ്ടിയിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടത്തിന് വേണ്ടിയിട്ട് വിലപേശിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അവൻ്റെതായ സംസാരം അവനിക്ക് തസ്ബീഹായിട്ട് രേഖപ്പെടുത്തുമെന്ന് അലിയാർ തങ്ങൾ പറയുകയാ. അവൻ സംസാരിക്കുന്നത് എന്താണ്? ഇതിന്റെ വില എത്രയാണ്? 40,000 രൂപ എനിക്ക് തരുമോ, ഇല്ലെങ്കിൽ 1,00,000 തരുമോ? അങ്ങനെ അവൻ നടത്തുന്നതായ ആ കച്ചവടത്തിന് നടത്തുന്ന സംസാരം പോലും അവനിക്ക് തസ്ബീഹായിട്ട് രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ തസ്ബീഹു യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് തസ്ബീഹിന്റെ പ്രതിഫലം? എന്താ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, തംലഉ ബൈന സമാവാതി വൽ അർദ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, ആകാശഭൂമി മുഴുവനും അവനിക്കതേ ഹസനാത്ത് നന്മകൾ രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇതാണ് അവന്റെ സംസാരം പോലും തസ്ബീഹായിട്ട് രേഖപ്പെടുത്തുമെന്നതാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ പ്രവാചകന്റെതായ മരുമോനാകുന്നതായ അലിയാർ തങ്ങൾ വീണ്ടും പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ഉദയത്തിന്റെ മൃഗത്തിനെ അറുക്കാൻ വേണ്ടി കിടത്തിക്കഴിഞ്ഞാൽ ഭൂമിയിലുള്ളതായ ജീവജാലങ്ങൾ മുഴുവനും അവനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതാ. അറുക്കാൻ വേണ്ടി ഭൂമിയിൽ കിടത്തി കഴിഞ്ഞാൽ
7 ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളും അവർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടുന്നതാണ്. ഇനിയോ തീർന്നില്ല, വീണ്ടും മഹാൻ പറയുകയാണ്, ആ മൃഗത്തിനെ അവൻ അറുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉദയത്തിന്റെ മൃഗത്തിനെ അറുത്താൽ ആ അറുക്കുന്ന സമയത്ത് ആ ഉദയത്തിന്റെ മൃഗത്തിൽ നിന്ന് ചോരകൾ പൊടിയുമല്ലോ. ഓരോ ചോരത്തുള്ളിക്കും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല 10 മലക്കിനെ സൃഷ്ടിക്കുകയാണ്. ഒരു ചോരത്തുള്ളിക്ക് പകരമായി 10 മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതാണ്. എന്നിട്ടോ ഈ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ്? വയസ്തഗ്ഫിർ ലഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഈ മനുഷ്യന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റേതായ ആദരവിൽ നിന്ന് വന്നതായ ആ ഹദീസിനെ മുറുകെ പിടിച്ചുകൊണ്ട് അലിയാർ തങ്ങൾ പറയുകയാ, ഖിയാമത്ത് നാൾ വരെ ഈ മനുഷ്യന് വേണ്ടിയിട്ട് ഈ മലക്കുകൾ പൊറുക്കലിനെ തേടുന്നതാ. വീണ്ടോ എന്നിട്ടോ തീർന്നില്ല, വീണ്ടും പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനാ മൃഗത്തിനെ അറുത്തിട്ട് അതിനെ ഓഹരിയായിട്ട് അവനതേ തന്റെ അയൽവാസികൾക്കും മുസ്ലിമീങ്ങൾക്കും വീതിച്ചു കൊടുത്താൽ അവന്റേതായ ഓരോ പിടിക്കും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലുള്ള എല്ലാ മനുഷ്യന്മാരെയും മോചിപ്പിച്ചതായ, അടിമകളെ മോചിപ്പിച്ചതായ പ്രതിഫലമാണ് അവർക്ക് കൊടുക്കുന്നത്. എല്ലാ മനുഷ്യരെയും മോചിപ്പിച്ചതായ പ്രതിഫലമാണ് വീതിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് പോലും കൊടുക്കുന്നതെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യനതെ ഉലിയത്ത് കൊടുക്കാൻ കഴിവായിട്ടും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ കാന ലഹു സഅതൻ അദ്ഹിയാ. ഏതെങ്കിലും ഒരു മനുഷ്യനതെ ഉലിയത്തിന് കഴിവായിട്ട് അവനതേ ഉദയത്ത് കൊടുത്തില്ല എങ്കിൽ അവൻ നിസ്കരിക്കാൻ എന്റെ പള്ളിയുടെ മുസല്ലയിൽ വരണ്ട എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉദയ കൊടുക്കാൻ കഴിവായിട്ട് അവൻ കൊടുത്തില്ല എങ്കിൽ നിസ്കരിക്കാൻ അന്നത്തെ ദിവസം അവൻ പള്ളിയിൽ വരണ്ട എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസിൽ ഗൗരവമാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ ഉദയത്ത് കൊടുക്കാൻ ഒരു വർഷത്തിൽ കഴിവായി കഴിഞ്ഞാൽ അവൻ ഉദയ ആ വർഷത്തിൽ അറുത്തിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവൻ ഉദയത്ത് അറുക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിവായിട്ട് അവൻ ആ വർഷം ഉദയത്ത് അറുത്തില്ല എങ്കിൽ അവനതേ നസ്രാനിയായിട്ടോ ഇല്ലെങ്കിൽ യഹൂദിയായിട്ടോ മരിക്കട്ടെ, ചത്തുപോട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉദയത്ത് അറുക്കാൻ അവനക്കതേ ഒരു ബലിമൃഗത്തിനെ മുഴുവനായി വാങ്ങി അറുക്കാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ അറുക്കേണ്ടതാണ്. അല്ലെങ്കിലോ ഒരു ശേറിന് കഴിയുന്നവരെ അവൻ അങ്ങനെ കൊടുക്കേണ്ടതാണ്. പെരുന്നാൾ ദിവസത്തിന് തൊട്ടിട്ട് അവന്റെ കുടുംബത്തിന് തൊട്ടും ചിലവ് കഴിഞ്ഞ് ബാക്കി ഒരു 15,000 രൂപ ഇല്ലെങ്കിൽ 10,000 രൂപ ബാലൻസ്
കാശുള്ളവര് ഉദഹിയ മൃഗം അറച്ചിട്ടില്ല എങ്കില് അവൻ വിടായ്ക്കുന്ന മുസ്ലിം ജമാഅത്തില് അവരെ കബറടക്കേണ്ടതില്ല. പിന്നെ അവനെ കബറടക്കേണ്ടത് എവിടെന്നറിയോ? ഇവിടുന്ന് തൊട്ടടുത്തുള്ള പിറവുണ്ടല്ലോ, പിറവത്തുള്ളതായ സെന്റ് മേരീസ് ദേവസിൽ പോയിട്ട് ആ സ്ഥലത്തുള്ള സെമിത്തേരിയിൽ അവനെ കബറടക്കട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ പെരുന്നാൾ ദിവസത്തെ തൊട്ട് അവന് ബാക്കിയാണെങ്കിൽ, മിച്ചം ഉണ്ടെങ്കിൽ, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അവൻ അറുത്തിരിക്കണം. ഇല്ലെങ്കിൽ യഹൂദിയായിട്ടോ നസ്രാണിയായിട്ടോ മരിക്കട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഉദ്ഹിയത്തിനുമായി നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.